പെട്ടെന്ന് ഇതിൽ കാണുമ്പോ ആഹാ ഇത് ഇനിയിപ്പോ ഇന്ദ്രസനാണോ അത് എനിക്ക് കൊമ്പ് കാണുമ്പോ ഇന്ദ്രസനാണല്ലേ ഗുരുവായൂർ ഇന്ദ്രസനാണോ ആണോ ആണോ നോക്കട്ടെ, എനിക്ക് പേര് നോക്കട്ടെ. ഓ ഈ കറക്റ്റ് ഇന്ദ്രസേൻ. ഇത് ഒരുപാട് മുമ്പുള്ള ഫോട്ടോ ആണ് ആണല്ലേ? ഇന്ദ്രസന് കൊമ്പ് വലിപ്പം വന്നിട്ട് ഇപ്പൊ ഭയങ്കര ഇതായില്ലേ ഇത് അതാണ് എനിക്ക് പെട്ടെന്ന് കിട്ടാത്തത് ഈ കൊമ്പ് നോക്കിയാണ് കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഇത് ആ ഇപ്പൊ കൊമ്പ് നല്ല വലിപ്പമായി കഴിഞ്ഞ ആനക്ക് ഭയങ്കര എന്താ വലിപ്പമുള്ള ഇതിന്റെ ഐഡന്റിറ്റി എന്താ മനസ്സിൽ വരുന്ന ആദ്യ കാര്യം? ഐഡന്റിറ്റി ഇന്ദ്രസൻ ആനക്കോട്ടയിലുള്ള ഏറ്റവും നല്ല ആനകളിലാണ് ആ ചെവിയുടെയൊക്കെ നല്ല അതിന് നല്ല മദഗിരി എന്ന് പറയാ നല്ല മദഗിരി നല്ല വാൽ നല്ല ചെവി നല്ല വാൽ ചെവി ആ മദഗിരിയുടെ കളറൊക്കെ കണ്ടില്ലേ നല്ല പിങ്ക് കളറിലുള്ള അത് നല്ല വീണെടുത്ത കൊമ്പ് നല്ലതെല്ലാം അത് ഒരുപാട് സൂപ്പർ. അപ്പൊ നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ പോവാണ്. അടുത്തത് പ്ലീസ്. ഇതൊന്നും നോക്കണ്ട ഇന്ന് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഭാരമുള്ള ആനയാണ് ഗുരുവായൂർ നന്ദൻ ഗുരുവായൂർ നന്ദൻ. ഏറ്റവും ഭാരമുള്ള ആനയാണ് ആണ്. നല്ല ചുവന്ന മതഗിരിയാണ് നല്ല ഭയങ്കര ബോഡി വെയിറ്റ് ആണ് ആന എത്രയോ എനിക്ക് തോന്നുന്നു 6 ടണ്ണോ 7 ടണ്ണോ ആണ് വെയിറ്റ് ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ് Oh my God. Wow. അടുത്തത് ദൈവമേ ഇത് അയ്യോ ഇത് Lock ഇത് ചെയ്തു, മേലല്ല lock ഇത് ഒരു ചെയ്തു, പഴയ ജയറാമേട്ടാ. ഇല്ലല്ല ഇതൊരു പഴയ ഫോട്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൊമ്പ് കണ്ടിട്ട് എനിക്ക് നമ്മുടെ ജയറാമേട്ടാ. അല്ല ബാഹുബലിയിലേക്ക് അഭിനയിച്ച മറ്റേ ഒരു മിനിറ്റ് അയ്യോ ചിറക്കൽ കാളിദാസനാണോ നോക്കും ചിറക്കൽ കാളിദാസൻ. ഇതും പഴയ ഫോട്ടോ ആണ് നിങ്ങൾ കാണിക്കുന്നത് ഇത് അടിക്കണം. ചിറക്കൽ കാളിദാസ് എന്റെ കൂടെ അഭിനയിച്ച ആനയല്ലേ ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു നമ്മുടെ പട്ടാഭിഷേകം. പട്ടാഭിഷേകത്തിൽ ഒരു ആനയോട്ടം ഉണ്ട് ആനയോട്ടത്തിൽ എന്റെ ആനയുടെ തൊട്ടു പുറകെ ഓടുന്ന ആന ഈ ചിറക്കൽ കാളിദാസനാണ് വളരെ ചെറിയ ആനയാ ഇത് ആ സമയത്ത് കണ്ടെടുത്ത ഫോട്ടോ ആണ് ഓ അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങള് മാക്സിമം അറിയാതിരിക്കാനൊക്കെ പഴയ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ജയറാമേട്ടൻ പിടിക്കുക. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ. മനസ്സിലായില്ല 26 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കണ്ണൻ ജയറാം കണ്ണൻ ജയറാം കണ്ണൻ. എനിക്ക് തോന്നുന്നു ജയറാമേട്ടൻ 26 ഇയേഴ്സ് ഉണ്ടായിരുന്നു. 26 വർഷം ഉണ്ടായിരുന്നു. 26 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ 26 വർഷം അല്ല ജയറാമേട്ടൻ അതിനെ ഈ നടക്കിൽ ഇരുത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര ദിവസം ജയറാമേട്ടൻ ഉറങ്ങാതിരുന്നാണ്. അല്ല നടക്കുന്നിരുത്തിയിട്ടില്ല എന്റെ കൂടെ തന്നെയായിരുന്നില്ലേ ആന ചെരിഞ്ഞു ഇപ്പില്ല ആണോ? ആ അപ്പോ ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരുപാട് ആനകൾക്ക് TB-യുടെ അസുഖം വന്നിരുന്നു. അതായത് അമ്പലപ്പറമ്പുകളിലൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കുന്ന ഒരേ സ്ഥലത്ത് നിന്നായിരിക്കും. അപ്പൊ ആന ആദ്യം അതിനകത്തേക്ക് സ്പിറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത് വെള്ളം വലിക്കുന്നത്. അപ്പൊ അസുഖമുള്ള ആനകളിൽ നിന്ന് പല ആനകൾക്കും TB-യുടെ അസുഖം വന്നു. ആ കൂട്ടത്തിൽ എൻ്റെ ആനയ്ക്കും വന്നു. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കി അത് സാധിച്ചില്ല. ആന പെട്ടെന്ന് ക്ഷീണിച്ച് വരും, വയ്യാണ്ടാവും, ശ്വാസം കിട്ടാതാവും, നടക്കാൻ പറ്റാതാവും. അതിന് ഒരുപാട് ആനകൾക്ക് വന്നു. ആ പീരീഡിൽ വന്ന ഒരുപാട് ആനകൾക്ക് വന്ന കൂട്ടത്തിലും വന്നാണ് അവൻ ചെരിഞ്ഞു പോയത്. ഇത് ഒറ്റ ഇതുള്ളൂ കേരളത്തിൽ ആർക്കെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ആനയാണ്. രാത്രി കെട്ടിക്കുന്ന സ്ഥലത്ത് ആര് വിളിച്ചാൽ അതിന്റെ കൂടെ പോകും. അത്ര പാവം പിടിച്ച ആനയാണ്. ഒന്നും ചെയ്യത്തില്ല അറിയാത്തവരാണെങ്കിലും ഒന്നുമില്ല അത്ര